ഈ ചിത്രം കാണുമ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും തോന്നുന്നുണ്ടോ? അതെ, ഇത് സാധാരണയായി അമ്പലങ്ങളിൽ കണ്ടുവരാറുള്ള ഒരു പതാകയാണ്, അല്ലെങ്കിൽ അമ്പലത്തിന്റെ കൊടിയാണ്. എന്നാൽ നിങ്ങൾ ഒന്നുകൂടി ഈ കൊടിയിലേക്ക് ശ്രദ്ധിച്ചു നോക്കൂ. നിങ്ങൾക്ക് മറ്റെന്തെങ്കിലും കാണാൻ കഴിയുന്നുണ്ടോ? അതെ, ഇത് തലയറുക്കപ്പെട്ട ഒരു മനുഷ്യന്റെ രൂപമാണ്. ഇപ്പോൾ അത് മനസ്സിലാവുന്നില്ലേ? അമ്പലങ്ങളിലെ കൊടിമരത്തിലേക്ക് ശ്രദ്ധിച്ചാലും നിങ്ങൾക്കൊരു കൗതുകം തോന്നാം. എന്തിനാണ് ഒരു കൊടിമരത്തിന് ഇത്രയും വലിപ്പം? ഏതാണ്ട് ഒരു മരത്തിന്റെ അത്രയും വലുപ്പത്തിൽ തന്നെയാണ് മിക്ക സ്ഥലത്തും കൊടിമരങ്ങൾ ഉള്ളത്. ഒരു കൊടി ഉയർത്താനാണെങ്കിൽ ഒരു മുളയുടെ വലിപ്പം മതിയാവില്ലേ? കേരളത്തിലെ മിക്ക സ്ഥലങ്ങളിലെയും അമ്പലങ്ങളിൽ ഉത്സവം തുടങ്ങിയിരുന്നത് ഒരു നരബലിയോടെ ആയിരുന്നു. കഴുത്തറക്കപ്പെട്ട ഒരു മനുഷ്യനെ ഈ കൊടിമരത്തിൽ കെട്ടിത്തൂക്കിക്കൊണ്ടായിരുന്നു ആ ഉത്സവങ്ങളൊക്കെ തുടങ്ങിയിരുന്നത്. രക്തം കണ്ടാൽ മാത്രം പ്രസാദിക്കുന്ന ദൈവങ്ങൾക്ക് വേണ്ടി അങ്ങനെ എത്രയോ മനുഷ്യർ ഇവിടെ ബലിയാടായിട്ടുണ്ട്. മലയാളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട തെറികളിൽ ഒന്നാണ് കഴുവേറി. കഴുവേറി എന്ന വാക്ക് വന്നിരിക്കുന്നത് ഇവിടെ നിന്നാണ്. കഴുവേറ്റപ്പെടുന്നവൻ അല്ലെങ്കിൽ കഴുവേറ്റപ്പെട്ടവന്റെ കുടുംബത്തിലുള്ളവൻ എന്നാണ് കഴുവേറി എന്ന വാക്കിന്റെ അർത്ഥം. അതിന് മറ്റൊരർത്ഥമുള്ളത് ദളിതൻ എന്ന് തന്നെയാണ്. കാരണം ഉത്സവങ്ങൾക്ക് മുൻപ് ഇതുപോലെ കഴുവേറ്റപ്പെടുന്നത് ദളിതരോ ആദിവാസികളോ ബുദ്ധമതത്തിൽപ്പെട്ട ആളുകളോ ഒക്കെ ആയിരുന്നു. എന്നാലും ഇന്നും അത് പ്രതിനിധീകരിക്കുന്നത് ഈ കൊല്ലൽ സംസ്കാരത്തെ തന്നെയാണ്. ഇനി എവിടെയെങ്കിലും ഇതുപോലൊരു കൊടി കാണുമ്പോൾ തീർച്ചയായും നിങ്ങളിത് ഓർക്കുമല്ലോ. ഇവിടെ ഈ വീഡിയോയിൽ പറയുന്നത് ക്ഷേത്രങ്ങളിലെ കൊടിക്ക് തലയിറക്കപ്പെട്ട ഒരു മനുഷ്യന്റെ രൂപമാണുള്ളത്. അതിന് കാരണം പണ്ട് ക്ഷേത്രങ്ങളിൽ ഉത്സവത്തോടനുബന്ധിച്ച് ഒരു മനുഷ്യനെ കഴുത്തറുത്ത് കെട്ടിത്തൂക്കുന്ന ആചാരമുണ്ടായിരുന്നു. അതിന്റെ ഓർമ്മപ്പെടുത്തലാണ് ഈ കൊടി എന്നാണ് ഈ വീഡിയോയിൽ പറയുന്നത്. എന്നാൽ ഇതിന് ചരിത്രത്തിന്റെ യാതൊരു പിന്തുണയും ഇല്ല. ഒരു ചരിത്രകാരന്മാരും ഇങ്ങനെ ഒരു സംഭവം കേരളത്തിൽ നടന്നതായി എഴുതിയിട്ടുമില്ല. ഒരു മൊബൈൽ ഫോണും അല്പം ഭാവനയും ഉണ്ടെങ്കിൽ ആർക്കും പുതിയ ചരിത്രങ്ങൾ എഴുതാം എന്നുള്ള അവസ്ഥയാണ്. ഒന്നാമത്, ഹിന്ദുമതത്തിൽ വേദകാലഘട്ടത്തിന് ശേഷം നരബലി ഒരു ക്ഷേത്ര ആചാരമായി നടത്തിയതായി കാണാൻ കഴിയില്ല എന്ന് മാത്രമല്ല, ബ്രാഹ്മണങ്ങൾ ഉണ്ടാകുന്ന കാലത്ത് ബലികൾക്ക് എതിരായ നിലപാട് അതിൽ വ്യക്തമായി കാണുകയും ചെയ്യാം. ഇനി എന്നാണ് കേരളത്തിൽ ക്ഷേത്രങ്ങളുണ്ടായത്? 10 മുതൽ 12 നൂറ്റാണ്ടുകളുടെ ഇടയിൽ കേരളത്തിൽ ഏതാനും ക്ഷേത്രങ്ങൾ ഉണ്ടായിട്ടുണ്ട്. എങ്കിലും ഇന്ന് കാണുന്ന മിക്ക ക്ഷേത്രങ്ങളും 17-ാം നൂറ്റാണ്ടിന് ശേഷം ഉണ്ടായവയാണ്. പഴയ ക്ഷേത്രങ്ങൾ മിക്കതും ഗുഹാക്ഷേത്രങ്ങളായിരുന്നു. അതുകൊണ്ട് തന്നെ ഇന്ന് കാണുന്ന ക്ഷേത്രങ്ങളും പഴയ ക്ഷേത്രങ്ങളും അവരുടെ രൂപത്തിൽ നിന്ന് തന്നെ നമുക്ക് തിരിച്ചറിയാം. ഇതൊരു പട്ടത്തിന്റെ ഷേപ്പിൽ കൊടിമരത്തിന് മുകളിൽ പറന്നു കളിക്കുന്ന രീതിയിൽ ഉണ്ടാക്കിയിരിക്കുന്നു എന്ന് മാത്രമേ കരുതാനാവൂ. അതൊരു മനുഷ്യന്റെ കുണ്ടലിനി ഉണർത്തുന്നതിന്റെ പ്രതീകമാണ് എന്നൊരു ആഖ്യാനമുണ്ട്. അതായത് നട്ടലിന്റെ താഴ്ഭാഗത്തു മുതൽ തല വരെ ശക്തി ഉണർത്തുക എന്നതാണ് ഈ കൊടി കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്നൊരു ആഖ്യാനവും ഉണ്ട്. ഇനി ഹിന്ദുമതത്തിൽ പണ്ട് നരബലി ഉണ്ടായിരുന്നുവെന്നും അതിന്റെ ഓർമ്മപ്പെടുത്തലാണ് ഈ കൊടി എന്നും നമ്മൾ ഇപ്പോൾ പറഞ്ഞാൽ അതുകൊണ്ട് ആർക്ക് എന്താണ് ഗുണം? ലോകത്ത് എല്ലായിടത്തും എല്ലാ മതങ്ങളിലും ഉണ്ടായിരുന്നതുപോലെ ഇവിടെയും നരബലിയും മൃഗബലിയും ഒക്കെ ഉണ്ടായിരുന്നെങ്കിലും ഹിന്ദുമതം മറ്റാരുടെയും നിർബന്ധമോ നിർദ്ദേശമോ ഇല്ലാതെ തന്നെ സ്വയം പരിഷ്കരിക്കുകയും നരബലി ഇല്ലാതാക്കി എന്ന് പറയുന്നത് നിങ്ങൾ ആരെയാണോ കുറ്റപ്പെടുത്താൻ ഉദ്ദേശിക്കുന്നത് അവർക്ക് ഗുണകരമായിട്ടാണ് വരുന്നത്. ഇനി മുൻപ് നരബലി ഉണ്ടായിരുന്നു എന്ന് കരുതിയാലും ഇന്നത് നിലവിലില്ലാത്തതിനാൽ ഇതിന്റെ പേരിൽ ആരെയെങ്കിലും കുറ്റപ്പെടുത്തുന്നതിൽ എന്തർത്ഥമാണുള്ളത്? അതുവഴി എന്താണ് അവർ ഉദ്ദേശിക്കുന്നത്? എൻ്റെ മുത്തച്ഛൻ്റെ 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 അതിൻ്റെയും മുത്തച്ഛൻ്റെയും കാലത്ത് അവരുടെ മുത്തച്ഛൻ്റെ മുത്തച്ഛൻ്റെ മുത്തച്ഛൻ എൻ്റെ ആളുകളോട് കുറേ അന്യായം പ്രവർത്തിച്ചിട്ടുണ്ട്, അതുകൊണ്ട് നമുക്ക് അവരെ വെറുക്കാം എന്നാണ് ഇതുവഴി പറയാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ അതൊരു മോശപ്പെട്ട ആശയമാണ്. ചരിത്ര പഠനം എന്ന നിലയിൽ ഇത്തരത്തിൽ തെറ്റായ വിവരങ്ങൾ പങ്കുവെക്കുന്നത് നമ്മുടെ സാമൂഹിക സൗഹാർദ്ദത്തിൽ തന്നെ വിള്ളൽ വീഴ്ത്തുന്നതാണ്. കാരണം ഇങ്ങനെ ഒരു വീഡിയോ കാണുന്ന ജാതിപരമായി പിന്നോക്കമാണ് എന്ന് സ്വയം വിശ്വസിക്കുന്ന ഒരാളെ സംബന്ധിച്ച് തനിക്ക് ചുറ്റുമുള്ള മറ്റുള്ളവരെ കുറിച്ച് വെറുപ്പുണ്ടാക്കുന്നതിന് മാത്രമേ ഇത് ഉപകരിക്കത്തുള്ളൂ.